വിദ്യാലയം ഉണർന്നു കഴിഞ്ഞു. ഒരു വിദ്യാലയ വർഷം കൂടി ആരംഭിക്കുകയാണ്. കൊച്ചു സുന്ദരന്മാരും സുന്ദരികളും പൂമ്പാറ്റകളെ പോലെ വർണ്ണപ്പകിട്ടോടെ വിദ്യാലയമുറ്റത്തേക്ക് ഓടിയെത്തുകയാണ്. അവരെ സ്വീകരിക്കാൻ വേണ്ടി അധ്യാപകരും നാട്ടുകാരും മധുര പലഹാരങ്ങളും മധുരം നിറഞ്ഞ ചിരിയുമായി മധുര വാക്കുകളുമായി വിദ്യാലയ കവാടത്തിൽ കാത്തു നിൽക്കുന്നു. ചില കുടുംബന്മാർക്ക് ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവർ നിലത്ത് വീണ് കിടന്നുരണ്ട് നിലവിളിക്കുകയാണ്. ഇത് കാണുമ്പോൾ ചില ദുർബല മനസ്കർക്ക് കണ്ണു നിറയുന്നൊക്കെ ഉണ്ട്. ഒന്ന് കരയാൻ അവരും തയ്യാറാണ്. ഒരു തള്ളു കൊടുത്താൽ മതി. ഇനി ഒരു 10-12 കൊല്ലം ഇതാണ് അവരുടെ ലോകം. ആ കൺമണികളെ ഒരുക്കി സ്കൂളിലേക്ക് വിടുന്നതിന് വേണ്ടി അവരുടെ അച്ഛനും അമ്മയും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പുത്തൻ ഉടുപ്പ്, പുത്തൻ ചെരുപ്പ്, പുത്തൻ പുസ്തകങ്ങൾ, പുതിയ പെന്ന്, അതും ഏറ്റവും നല്ലത് തന്നെ വേണം, നിർബന്ധമാണ്. അല്ല, പിന്നെ വെള്ളം കൊണ്ടുപോകാനുള്ള പാത്രവും. പുരുഷ സഹായ സംഘത്തിൽ നിന്നോ കുടുംബശ്രീയിൽ നിന്നോ ഒക്കെ ലോൺ എടുത്ത് അവർ ബസാറിലേക്ക് പോവുകയാണ്. കുടകളും പുസ്തകങ്ങളും തുണിത്തരങ്ങളും വിൽക്കുന്ന കടകൾ. ഈ ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ ഈ ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യം ഉണ്ടാക്കണമെന്ന തരത്തിലാണ് അവിടെയുള്ള വിലക്കയറ്റം. ഓരോന്നിനും കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയാണ് വില കൂടുതൽ. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പല സ്ഥലങ്ങളിലും പോയി ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും നല്ല സാധനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ചെറിയൊരു ലാഭം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും വിലയാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ വിദ്യാർത്ഥികൾ കുറ്റക്കാരാണോ? അല്ലല്ലോ. അവർക്ക് നല്ല പുസ്തകങ്ങൾ വേണം, നല്ല വസ്ത്രങ്ങൾ വേണം, നല്ല ചെരുപ്പുകൾ വേണം, തൻ്റെ കൂട്ടുകാരനേക്കാളും നല്ല പെന്ന്, പെൻസിൽ എല്ലാം നല്ലത് വേണം. അവരെ കുറ്റം പറയാൻ കഴിയില്ല. അമിതമായ ഫീസ് ഈടാക്കി പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളും തൊട്ടടുത്തൊക്കെ തന്നെയുണ്ട്. അവിടെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഫീസാണ്. ഷൂസിന് ഫീസ്, വസ്ത്രത്തിന് ഫീസ്, ടൈക്ക് ഫീസ്, ടാഗ്, അങ്ങനെ പലതും. പിന്നെ പുസ്തകങ്ങൾ വിൽക്കുന്നതും അവർ തന്നെയാണ്. പുസ്തകങ്ങൾ പൊതിയാനുള്ള കടലാസ് വരെ ഇപ്പോൾ വെക്കുന്നത് അവർ തന്നെയാണ്. ഇതിനൊക്കെ പൈസ കൊടുക്കണം. അതുകൂടാതെ ബസ്സിൻ്റെ പൈസ. പക്ഷേ ഇത്രയ്ക്ക് മുടക്കിയാലും എന്താണ്? 40,000-40,000 രൂപ ഒരു കുട്ടിക്ക് ഒരു വർഷം വേണം. ഇത്രയും മുടക്കിയാൽ പ്രശ്നമൊന്നുമില്ല. എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോള് പഠിക്കുന്നത് തൊട്ടടുത്ത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് എന്നൊരു ഗമ, അതുപോലെ. ഇപ്പുറമാണെങ്കിലോ വിദ്യാഭ്യാസം തീർത്തും സൗജന്യമാണ്. ഒന്നിനും ഫീസില്ല. സൗജന്യ ഉച്ചഭക്ഷണം, അതുപോലെ യൂണിഫോം സൗജന്യമാണ്. പുസ്തകങ്ങൾ പലതും സൗജന്യമാണ്. അതുപോലെ വില കുറച്ച് പുസ്തകം സ്കൂൾ സൊസൈറ്റികളിൽ നമുക്ക് ലഭിക്കും. എന്നാലും അവിടെ അയക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഗമ പോരാ. ആരെങ്കിലും നമ്മോട് ചോദിക്കുന്നു, നിൻ്റെ മോൻ അല്ലെങ്കിൽ മോൾ എവിടെയാണ് പഠിക്കുന്നത്? ഓ, ആ തൊട്ടടുത്ത സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ആ ഓ എന്നതിൽ തന്നെയുണ്ട് ആ സ്കൂളിനോടുള്ള ഒരു പുച്ഛം. നമുക്ക് ഒന്നേ ആഗ്രഹിക്കാൻ കഴിയും. നമ്മുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം ലഭിക്കണം. നമ്മുടെ മക്കൾക്ക് നല്ല നിലയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കണം. അതുപോലെ തന്നെ അവരുടെ സ്വഭാവം നന്നായിരിക്കണം. എവിടെയെങ്കിലും നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മക്കൾ റോഡിലൂടെ പോകുമ്പോൾ അതാ എൻ്റെ മോൻ അല്ലെ എൻ്റെ മോൾ പോകുന്നു എന്ന് പറയാൻ അഭിമാനത്തോടെ പറയാൻ നമുക്ക് കഴിയണം. അത് കഴിയുന്നതാണ് വിദ്യാഭ്യാസം. അതിപ്പോൾ സർക്കാർ സ്കൂളിലായാലും സ്വകാര്യ സ്കൂളിലായാലും ഇനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായാലും കുഴപ്പമൊന്നുമില്ല. എവിടെ പഠിച്ചാലും അവർ നന്നായി വളരണം. വർണ്ണത്തുമ്പികളെ പോലെ നമ്മുടെ മക്കൾ പാറിപ്പറക്കട്ടെ. ഭാവിയിൽ നമുക്ക് പറയാം, അതാ നമ്മുടെ മക്കൾ. അത് മതി, അതല്ലേ നമുക്ക് വേണ്ടൂ. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ 100% ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ. ചുരുങ്ങിയ ഫീസ് നിരക്ക്, തവണകളായും ഫീസ് അടയ്ക്കാം. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550.